പുലിപ്പടി വഴി അങ്ങനെ പോട്ടെ അങ്ങാടിക്ക്. 6:30 അങ്ങനെ ആവണേ ഉള്ളൂ സമയം. കടയൊക്കെ അത് വളരെ ചായക്കടകൾ മാത്രം, ബാക്കിയൊക്കെ അടച്ചതാ. നല്ലൊരു മഴ രാവിലെ തന്നെ. അങ്ങാടിയിൽ കണ്ടില്ലേ പച്ചക്കറി ഒക്കെ ഇങ്ങനെ വരുന്നതാണ് ഈ ഹോൾസെയിൽ വണ്ടികൾ. ഈ സൈഡിൽ സമയത്ത് പിന്നെ ട്രാഫിക് ഇതില്ലല്ലോ, നമുക്ക് സിഗ്നൽ ഇല്ല. നമുക്ക് അങ്ങനെ നേരെയാണ് പോകേണ്ടത്, എനിക്ക് പോകേണ്ടത്. നേരെ അങ്ങനെ ഉണ്ട്, നിലമ്പൂർ റോഡാണ്. അതിനാണ് ഇപ്പൊ നമ്മൾ പോണത്. സീല ജംഗ്ഷൻ. മഴ സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ, പ്രത്യേകിച്ച് കാറിലൊക്കെ പോവാൻ നല്ല രസമാണ്. ഈ സമയത്ത് ബൈക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബസ്സുകളൊക്കെ സർവീസ് തുടങ്ങാൻ അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ആ വണ്ടികളൊക്കെ ആണിപ്പത് സൈഡിൽ കഴിഞ്ഞ് തുടങ്ങാനാവണേ ഉള്ളൂ. അതിന് നേരം വിളിച്ചായി വരുന്നല്ലേ ഉള്ളൂ. ആ മെയിൻ ജംഗ്ഷൻ അവിടേക്ക് എത്തും. ഇത് നേരെ നമ്മൾ ടൗണിലേക്ക് ഞങ്ങൾ പോവാം. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡാണ് ഇടത്തെ സൈഡിൽ. നമ്മൾ മെയിൻ ജംഗ്ഷനിലേക്ക് വന്നു. ഇനി അങ്ങനെ ഇടത്തോട്ട് പോയാൽ നമുക്ക് അങ്ങനെ നേരെ മലപ്പുറം റോഡിന് നമ്മളെ വീട്ടിൻ്റെ ഭാഗത്തേക്കായി അങ്ങനെ പോവാണ്. അതെനിക്ക് ഒരു തണ്ണിമത്തൻ വാങ്ങാനുണ്ട് ഇവിടുന്ന്. അങ്ങാടിയിൽ അതിന് രാവിലെ തുറക്കുന്ന കട ഉണ്ട്, അങ്ങോട്ടാണ് വന്നത്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നേരെ ഇങ്ങനെ അങ്ങാടിയിൽ നിന്ന് ഒന്ന് തിരിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പോയി വന്നു. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുളിക്കണം. കുളി കഴിഞ്ഞ് 6:45 കുളിക്കണം. കുളി കഴിഞ്ഞിട്ട് പിന്നെ ചായ പലഹാരം. ഇന്നിപ്പോൾ ഉപ്മാവാണ്.
അപ്പൊ നമുക്ക് ഇന്ന് ഇതാ നല്ല ഉഗ്രൻ മത്തി, എ ക്ലാസ് മത്തി. ആയി കണ്ടാൽ തന്നെ നമ്മളെ മത്തി കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്, നല്ല ഉഗ്രൻ മത്തി. നമുക്ക് അപ്പോൾ ഏതായാലും മീൻ നമ്മൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ. അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ മീനും അങ്ങോട്ട് രാവിലെ വാങ്ങി. എന്നാൽ പിന്നെ ചില ബുദ്ധിമുട്ടില്ലല്ലോ, പിന്നെ അതിനായിട്ട് പോകണ്ടല്ലോ, മഴയല്ലേ. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി. തക്കാളിയാണ് ഇതിൽ മുളക് ഇടുന്നതിൽ പ്രധാനം. അപ്പോൾ നമ്മളെ കറി ഇതാ എല്ലാം ചേരുവകളൊക്കെ നല്ല പോലെ വെന്ത്, തക്കാളി കണ്ടില്ല നല്ല വെന്തിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. നമുക്ക് മീൻ ഇടാം. നല്ല പഞ്ഞിയൊക്കെ ഉണ്ട്, നല്ല പഞ്ഞിയുള്ള മീനാണ്. ഇപ്പം നമുക്കുള്ളത് ഇതാ നമ്മളെ ചെറുപയർ കൊണ്ടുള്ളൊരു ചെറിയൊരു നമ്മൾ സാധാരണ ഇങ്ങോട്ട് ഒക്കെ വഴറ്റിയിട്ട് ചെറുപയർ വേവിച്ചത്. പിന്നെ പറ കണ്ട ഇത് ഇങ്ങനെ നമ്മൾ തേങ്ങയൊന്നും ചതച്ചിടാതെ നല്ല രസമാണിത്. ഇത് പിന്നെ നമുക്ക് വെച്ചാൽ ഉച്ചയ്ക്ക് മാത്രമാണ് അതിനുള്ളതേ ഉള്ളൂ, വളരെ കുറച്ച്. പഞ്ഞി